ഈ ബാലയോടും ബാലയുടെ ഫാമിലിയോടും ആ കുട്ടിയോടുമൊക്കെ എൻ്റെ ഒരു റിക്വസ്റ്റ് പറയാണ്. പ്രൈവസി ഈസ് എ പ്രൈവസി. ഈ ഫാമിലി വിഷയങ്ങൾ പബ്ലിക് പ്ലേസിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി മാക്സിമം ഒഴിവാക്കുക. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല. ആദ്യം തന്നെ ബാലയുടെ പറയും, നീ അനാവശ്യമായിട്ട് കൊണ എന്നിട്ടുള്ള കുറേ ഇൻ്റർവ്യൂസ് അവരെ കുറിച്ചിട്ട് പറയും, ഇവരെക്കുറിച്ച്. നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ നല്ലൊരു നടനല്ലേ, നിങ്ങൾക്ക് പണിയെടുത്ത് നിങ്ങൾ നടനാണെങ്കിൽ നടനെ കാണാനാണ് ജനങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. നിങ്ങൾ നിങ്ങൾ നടനായിട്ട് നടക്കും. ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് 500 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ എന്നുള്ള വീഡിയോസ് ഇടാണ്ടിരിക്കും. ആദ്യം തന്നെ അത് ആദ്യം ചെയ്യും. നിങ്ങൾ ഒന്ന് നിർത്തിയാൽ തന്നെ അവരുടെ ഫാമിലിക്ക് കുറച്ച് പ്രയോജനം കിട്ടും. പിന്നെ രണ്ടാമത് വെച്ചാൽ ആ കൊച്ചിൻ്റെ ഗതികെട്ട അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ആ കൊച്ചിൻ്റെ സ്കൂളിൽ പോകുമ്പം അപ്പനമ്മ നിങ്ങളൊക്കെ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് ജനങ്ങളുടെ മുന്നിൽ സ്നേഹം നേടി നിങ്ങളെ കാണാനും ഇഷ്ടപ്പെടാനും ഒക്കെ ജനങ്ങളുണ്ടാവുകയും നിങ്ങളുടെ കഴിവുകൾ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തതാണ്. ഈ പറയുന്ന അമൃത ബാലേനെ കല്യാണം കഴിക്കുന്ന സമയത്ത് അമൃത അത്ര ഫേമസ് ആയിട്ടില്ല. അമൃതേനേക്കാൾ ഫേമസ് ആയിരുന്നു ബാല. സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ഉന്നതിയിലാണ് ബാല എന്ന് പറയുന്ന നടൻ്റെ ലൈഫ്. പക്ഷേ അങ്ങനെയുള്ളൊരു നടനെ കല്യാണം കഴിച്ച ആ പെൺകുട്ടി എന്ന് പറയുമ്പോഴത്തേക്കിനും അവൾക്ക് ഭയങ്കര ഭാഗ്യം കിട്ടിയെന്ന് എല്ലാവരും ചിന്തിക്കുക. അങ്ങനെയുള്ളൊരു പെൺകുട്ടി ബാലനെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ എത്രത്തോളം ഉണ്ടെന്ന്. ഒരു പെണ്ണ് ഒരു ആണിനെ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ടോർച്ചറോ അല്ലെങ്കിൽ മെൻ്റൽ ഡിപ്രഷനോ ഉണ്ടാവണം. അല്ലെങ്കിൽ പെണ്ണ് അത്രയും മോശപ്പെട്ട ആളായിരിക്കണം. ഇപ്പോൾ ആ പെൺകൊച്ചിനെ സംബന്ധിച്ചിട്ട് അവൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ ബാല എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റിയത് എന്നൊക്കെയാണ് നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇത് നമ്മൾ ചിന്തിച്ച് നോക്കി, ഇത് എത്ര എണ്ണമായി. ആദ്യം അവർ ബാലനെ കല്യാണം കഴിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഗോപിസുന്ദരനെ കല്യാണം കഴിക്കുന്നു, പിന്നെ ഇത് രണ്ടും അവോയ്ഡ് ചെയ്യുന്നു. ഇത് ഒന്നാമത്തെ കാര്യം, അനാവശ്യ സ്വഭാവങ്ങളും അനാവശ്യ ഇഷ്ടങ്ങളുമാണ് ഒരു ദാമ്പത്യ ജീവിതം നശിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ നാട്ടുകാരോട് വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുക. നാട്ടുകാർ നിങ്ങളെ ആരെയും സപ്പോർട്ട് ചെയ്യാനൊന്നും വരുന്നൊന്നുമില്ല. നിങ്ങൾ എത്രത്തോളം കരയുന്നോ ആ കരച്ചിലിനെ കൂട്ടി നിങ്ങൾ നാളെ ആത്മഹത്യ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ 16 അടിയന്തരം കഴിഞ്ഞ് ആ 16 അടിയന്തരത്തിന് 10,000 കുറ്റം പറഞ്ഞ് ഒക്കെ ആയിരിക്കുള്ളൂ നാട്ടുകാർ പോവുള്ളൂ. ഈ നാട്ടുകാർ എന്ന് പറയുന്നത് ഈ 800 കോടി ജനവും വന്നുവെച്ച് ഇതിൻ്റെ ഈ കമൻ്റ് അടിക്കാനൊന്നും പറ്റത്തില്ല. ഏറ്റവും നല്ല ആൾക്കാർ, അതായത് സമൂഹത്തിൻ്റെ അടുക്കൽ സുഖകരമായി വളരെ സേഫായിട്ട് ജീവിക്കുന്ന ഒരാൾ പോലും അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് കമൻ്റ് അടിക്കാനും പോകുന്നില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പണിയും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. അല്ലെങ്കിൽ അവർക്ക് അത്രയും ഫ്രീ ടൈം ഉണ്ടാവണം. യാതൊരുവിധ ബാധ്യതകളോ ടെൻഷനുകളോ ഒന്നും ഉണ്ടാവരുത്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരെന്ന് പറയുന്നത്. അതല്ലാതെ ഇപ്പം ഈ സോഷ്യൽ മീഡിയ വൈകുന്നേരം ഒരു 6 മണി തൊട്ടിട്ട് ഒരു 12 മണി വരെയൊക്കെ എടുക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർക്ക് ജോലിയുള്ള ആൾക്കാരാണ്. ഞാൻ പറയുന്നത് ഈ നാട്ടുകാരെ ഇതൊക്കെ ബോധിപ്പിച്ച് ജീവിക്കേണ്ട കാര്യം എന്തിനാണ്? എന്ത് കാര്യം ഇരിക്കുന്നു നാട്ടുകാരെ ബോധിപ്പിച്ച് ജീവിക്കേണ്ട കാര്യം? ചുമ്മാ കൊച്ചിൻ്റെയൊക്കെ സങ്കടം കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പനെയും നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒരു കൊച്ചിൻ്റെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ തന്തയും തള്ളയും ചുമ്മാ ഒരു കൊണച്ച സ്വഭാവം കാണിച്ചുകൊണ്ട് നടക്കുന്നതിനെ നിങ്ങളെ ചെളിവാരി എറിയണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു 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 കൊച്ചിൻ്റെ മാനസിക അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മയും കൂടി. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് ആ കൊച്ചിനെ, എന്നാൽ പിന്നെ ഇങ്ങനെയുള്ള കൊച്ചുങ്ങളെ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. കഴിവില്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത്. എന്തിനാണ് ഇങ്ങനെ ഒരു കൊച്ചിനെയൊക്കെ ഉണ്ടാക്കണത്? ബാല വലിയ കൊത്താഴത്തിലെ ആളാണേലും കാശുള്ള ആളാണേലും ഞാൻ പോയി കഥയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ കൊച്ചിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ആ തന്തയെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്ത്? ഇങ്ങനെയാണോ തന്ത? അല്ലെങ്കിൽ ഇങ്ങനെയാണോ തള്ള? കഷ്ടമുണ്ടോ കഷ്ടം. നിങ്ങളുടെ ഈ കുറേ കാശും തോക്കും കോപ്പും കോസടിയൊക്കെ ഉണ്ടായിട്ട് എന്നാ കാര്യമുള്ളൂ? സ്നേഹത്തോടുകൂടി പെരുമാറാൻ പഠിക്കണം. അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ വളർത്താനോ. ഇവിടെ പട്ടിണിയായിട്ടും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന, മനസ്സിലായി, അതായത് 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ പോലും വരുമാനമില്ലാത്ത സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കുടുംബമൊക്കെ പോയി കണ്ട് പഠിക്ക്. ഈ കാശും കോപ്പും കുറേ പ്രശസ്തിയും കുറേ സോഷ്യൽ മീഡിയയും കുന്തമൊന്നും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല. യു ആർ എ വെരി വേസ്റ്റ്. താനും വേസ്റ്റാണ്, തൻ്റെ ആദ്യത്തെ ഭാര്യയും വേസ്റ്റാണ്. രണ്ടിനും ഒരു കൊച്ചിനെ നോക്കാൻ അറിയില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു കൊച്ചിന് അങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട ഒരു അവസ്ഥ വരുമോ? എന്തൊരു മുടിഞ്ഞ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു മുടിഞ്ഞ അവസ്ഥയാണ്.
എന്നോടൊക്കെ എന്ത് പറയാ, ഇതൊക്കെ എൻ്റെ പൊന്നു. കുറേ അലവലാദികളുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഇങ്ങനെ കൊണാന്ന് പറഞ്ഞിട്ട് കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. ആ കൊണയന്മാർക്കൊക്കെ മറുപടി കൊടുക്കാനൊക്കെ നിൽക്കാതിരിക്കുക. ഇനി ഇവർക്കെതിരെയൊക്കെ കേസ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം കൊടുക്കുക. എന്നിട്ട് ഗിന്നസ് റെക്കോർഡിൽ എങ്ങാനും പേര് വരുത്തുക. ഈ കണ്ട ഫേക്ക് ഐ ഡിയിൽ നിന്ന് മറ്റേ ഐ ഡിയിൽ നിന്ന് മറിച്ച ഐ ഡിയിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ രാഗിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ചെളി എറിയുന്നവൻ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അതിൻ്റെ ഒന്നും പുറകെ പോയി നടക്കുമോ അല്ലെങ്കിൽ കൺവീൻസ് ചെയ്ത് നടക്കുമോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എടാ നീയും ബാലയോട് ഞാൻ പറയാം, താനും തൻ്റെ വൈഫും തൻ്റെ കൊച്ചും കൂടി ഏതെങ്കിലും ഒരു കസേരയിൽ ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയം പബ്ലിക് പ്ലേസിലേക്ക് കൊണ്ടുവന്ന് മൊത്തം നാശിപ്പിച്ച് നാറാണക്കല്ലിച്ച് താൻ വേറെ കെട്ടുന്നു, പിന്നെ അവൾ പിന്നെ വേറെ പോകുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റേ തൻ്റെ ആദ്യത്തെ ഭാര്യ വേറെ ആളെ കിട്ടുന്നു, അവിടുന്ന് പിന്നെയും പോകുന്നു. നിങ്ങൾക്കൊക്കെ കുടുംബം എന്ന് പറയുന്നതിൻ്റെ ഒന്നും അർത്ഥം അറിയില്ല, ജീവിക്കാനും അറിയില്ല. എന്നിട്ട് നിങ്ങളുടെയൊക്കെ ഇടയിൽ കിടന്ന് ഈ പറയുന്ന വളരെ വളരെ ഒരു ചെറിയ ഒരു കൊച്ച് വളരെ ബുദ്ധിമുട്ടാണ്. ആ കൊച്ചിനെ വരെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നിന്നെപ്പോലെയൊക്കെ പുഴുത്ത ചിന്താഗതിയോട് എൻ്റെ പൊന്നാളിയാ ഒന്നും പറയാനില്ല. എന്തിനാണ് ദൈവം ഇങ്ങനെ ഓരോന്നിനെയൊക്കെ പടച്ചു വിടുന്നതെന്നുള്ളതാണ്.